ദേശീയ ഗീതത്തെ അപമാനിച്ച് സോണിയയ്ക്കും സതീശനും മാപ്പില്ല. അബ്ദുള്ളക്കുട്ടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോക്കിയല്ല, രാജ്യദ്രോഹിയായ പോക്കിരിയാണെന്ന് BJP മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് A.P. അബ്ദുള്ളക്കുട്ടി. വന്ദേമാതരം ഗാനത്തെ അപമാനിച്ച സോണിയാഗാന്ധിക്കും സ്വാതന്ത്ര്യദിനത്തിൽ ഗാനമാലപിക്കാൻ തയ്യാറാകാത്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും രാജ്യം മാപ്പ് നൽകില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. ജെൻസി കുട്ടികൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോക്കിയല്ല, രാജ്യദ്രോഹിയായ പോക്കിരിയാണ്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്ത രാജ്യത്തെ ഒരേയൊരു മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയും ലീഗിന്റെ അടിമയുമാണ് അദ്ദേഹം. ആത്മാർത്ഥതയില്ലാത്ത കള്ളച്ചിരിയാണ് വി.ഡി. സതീശന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയ ഗീതത്തെ അപമാനിച്ചതിലൂടെ 3 വർഷം ജയിലിൽ കിടക്കേണ്ട ഗുരുതരമായ കുറ്റമാണ് സോണിയാഗാന്ധി ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശിയായ സോണിയയെ ഇന്ത്യയിലെ വലിയൊരു രാഷ്ട്രീയ കുടുംബത്തിലെ വ്യക്തി പ്രണയിച്ചു. അവരെ ഭാര്യയായും സഹോദരിയായും അമ്മയായും ഒരു വലിയ നേതാവായി പോലും അംഗീകരിച്ച പുണ്യഭൂമിയാണ് ഈ രാജ്യം. ഈ മണ്ണിനെയാണ് സോണിയ നന്ദിയില്ലാതെ അപമാനിച്ചത്. ഈ തിന്മ രാജ്യം പൊറുക്കില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വി.ഡി. സവർക്കർ ഉൾപ്പെടെ ഏറ്റവും ഉച്ചത്തിൽ പാടി ബ്രിട്ടീഷുകാരെ കിടുകിടാ വിറപ്പിച്ച ദേശീയ ഗീതത്തെ സോണിയയും സതീശനും നിന്ദിച്ചത്. അതിന് മാപ്പില്ല. കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് വന്ദേമാതരം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണെന്നാണ്. എന്നാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമായിരുന്ന അബ്ദുൽ കലാം ആസാദ് ഈ ഗാനത്തിന്റെ ആരാധകനായിരുന്നു. അങ്ങനെ ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ ഈ ഗാനത്തെ അംഗീകരിച്ചു. ഈ ഗാനത്തെ അംഗീകരിക്കാത്തത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. വന്ദേമാതരത്തെ പിളർത്തുന്ന സമീപനം സ്വീകരിച്ചാണ് അദ്ദേഹം ഇന്ത്യയെ വിഭജിച്ചതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ ദേശീയ മുസ്ലിങ്ങളാണെന്നും ഞങ്ങൾ ഈ ഗാനം പൂർണ്ണമായി പാടുമെന്നും പാടിക്കൊണ്ട് ഈ പെറ്റുവീണ മണ്ണിൽ മരിച്ചു വീഴുമെന്നും അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് തങ്ങൾ 2 ചരണങ്ങളെ പാടൂ എന്നാണ്. രാജ്യദ്രോഹികളായ CPMകാർ ഇതിന്റെ മുഴുവൻ ചരണവും പാടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അവരിൽ നിന്ന് ആരും അത് പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.